ഈ തിളക്കം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരു കഥാപാത്രം എഴുതണം. ഫുൾ മദ്യപാനിയായ ഒരാൾ, 24 അവർ മദ്യപാനിയായ ഒരാൾ, അയാൾ വാള് വെക്കണം, ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഒരു കഥാപാത്രം എഴുതണം. ഞാൻ പറഞ്ഞു അങ്ങനെ വന്നാൽ നമുക്ക് ശ്രമിക്കാം. ഒരു കാര്യവും കൂടി പുള്ളി പറഞ്ഞു, വേറൊന്നുമല്ല, അത് നമുക്ക് ലൈവായിട്ടങ്ങ് ചെയ്യാമെന്ന്. പകൽ സമയങ്ങളിൽ ലൊക്കേഷനിൽ പോകുന്നതിന് നമുക്ക് മദ്യപിക്കുന്ന കണ്ടപ്പോൾ ഇങ്ങനെ അത് പലരും ഉപദേശിക്കാൻ തുടങ്ങി. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നിട്ട് അതിൻ്റെ മണം അത് കഴിക്കാത്തവർക്ക് അരോചകമാകും. അങ്ങനെ പുള്ളി ഒരു കാര്യം ചെയ്തു. പകല് റൂമിൽ നിന്ന് മദ്യപിച്ചിട്ട് ഈ അമൃതാഞ്ജൻ്റെ അടുത്ത് മൂക്കിലും ദേഹത്തും എല്ലാം തേച്ചിട്ട് വരും. സത്യനന്ദിക്കാട് സാറിന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അത് സത്യമാണ്. ലളിത ചേച്ചിയായിട്ടാണ് കോമ്പിനേഷൻ കൂടുതൽ എൻ്റെ പടത്തിൽ. ലളിത ചേച്ചി പറയും, ഉണ്ണിയേട്ടാ ഒരു കാര്യം, ഏതെങ്കിലും ഒരു നാറ്റം ഞാൻ സഹിക്കാം, ഇത് രണ്ടും കൂടെ കൊണ്ടുവരരുത്. എനിക്കൊന്ന് ഒരു ചെറു പുഞ്ചിരി എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഓൾമോസ്റ്റ് ഒരു നായക തുല്യമായിട്ടുള്ള വേഷമായിരുന്നു. ഉടനെ സാർ MT സാറിന്റെ പടമാണ്. അതില് ഭാര്യയുടെ പേര് നോക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വാർദ്ധക്യം ആഘോഷിക്കുന്ന ദമ്പതികളുടെ കഥാപാത്രമാണ് ചെയ്തത്. തിരിച്ച് വീണ്ടും അദ്ദേഹത്തെ പറയുമ്പോൾ ഈ സന്ദേശം എന്ന് പറയുന്ന സിനിമയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള സീനാണ് ശ്രീനിയേട്ടൻ പെണ്ണ് കാണാൻ പോകുന്ന സീൻ. ശ്രീനിയേട്ടൻ പെണ്ണ് കാണാൻ പോകുന്ന സീനിൽ ഒടുവിലേട്ടനാണ് കൂടെ പോകുന്നത്. അദ്ദേഹം കൂടെ പോകുമ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ശ്രീനിയേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം കുട്ടി ഡാസ് ക്യാപിറ്റൽ വായിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ വെടിയുണ്ടകൾ വരും, വിരിമാറ് കാണിച്ചു കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ ഈ പെണ്ണിന്റെ അച്ഛൻ രൂക്ഷമായിട്ട് നോക്കുമ്പോൾ ഒരു റിയാക്ഷൻ ഉണ്ട്. അത് കുഴപ്പമില്ല എന്ന് പറയുന്ന അത് ഒരു എക്സ്ട്രാ ഓർഡിനറി റിയാക്ഷൻ ആണ്. ഇത് കഴിഞ്ഞിട്ട് ഈ പെണ്ണിന്റെ അച്ഛൻ വിളിച്ചോണ്ട് ഓടും, എന്നെ അകത്ത് കൊണ്ടുപോയിട്ട് പറയും, താനൊരു മണ്ടനെയാണോ എന്റെ മോൾക്ക് വരനായിട്ട് കൊണ്ടുവന്ന്? ഒരു മറുപടി, ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതായത് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പുള്ളി ക്ലെയിം ചെയ്യുന്നില്ല, ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ ഇത്രയും. ഏറ്റവും നല്ല റൈറ്റേഴ്സിന്റെ എല്ലാം ഫേവറേറ്റ് ആക്ടർ ആയിരുന്നു ഒടുവിലാശൻ. ശരിയല്ലേ? MT സാറിന്റെ ഏറ്റവും എന്താ പറയുക ഇഷ്ടമുള്ള ഒരു ആക്ടറായിരുന്നു ഒടുവിലാശൻ. തോപ്പിൽ ഭാസി സാറിന്റെ, അദ്ദേഹത്തിന്റെ ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ലോഹിത് ദാസ്, ശ്രീനിവാസന്റെ ഒരു കാര്യം പറയുമ്പോഴാണ്, വടക്കുനോക്കി യന്ത്രത്തില് എൻ്റെ ക്യാരക്ടർ വിനോദ് കുമാർ ആലപ്പി 5-6 സീനേ ഉള്ളൂ. അപ്പം ഞാൻ ഈ പാർവതിയുടെ കഥാപാത്രമായിട്ട് അടുക്കുന്നു എന്ന് ശ്രീനിവാസൻ തെറ്റിദ്ധരിക്കുന്നതും ഉടൻ തന്നെ ശ്രീനിവാസൻ ചെന്ന് ഒടുവിലാശൻ്റെ അടുത്താണ് പരാതി പറയാൻ പോകുന്നത്. ASI ആയിട്ടാണ്. സാർ, ഒരു തീവ്രവാദി എൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് സാർ എന്ന് പറയുമ്പോഴും, തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നല്ലേ ഉള്ളൂ, അപ്പോ തട്ടിക്കൊണ്ടു പോകട്ടെ എന്നിട്ട് പരാതിയുമായിട്ട് വാ എന്ന് പറയുന്ന ക്യാരക്ടർ ഒടുവിലാശാന്റെ ഉണ്ട്. അപ്പൊ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം പരാതി തന്നിട്ട് കാര്യം എന്താണ് സാർ എന്ന് ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ അതുപോലെ തന്നെ തിരിച്ചു വെക്കുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കുറെ നാളുകൾക്ക് ശേഷം ചെയ്യുന്ന മീശ മാധവനിലെ ഈ നമ്പൂരി പോലീസ് ഉണ്ടല്ലോ, അപ്പം ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു പരാതി, അതെങ്ങനെയാണ് ഞാൻ എടുക്കുക എന്ന് ചോദിക്കുകയും പിന്നീട് ഈ മാധവനെ ഈപ്പം പാപ്പച്ച് പറഞ്ഞിട്ട് തല്ലിയ ശേഷം ഇറങ്ങിപ്പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അന്ന് കണ്ടിങ്ങനെ പോയപ്പം കണ്ടുപോവുകയും ഇന്നിവര് ഇല്ലാതായ ശേഷം ആ സീൻ ഒന്നുകൂടെ എഴുതിയാൽ നമ്മളിത് എങ്ങനെ ചെയ്യും, ആരായിരിക്കും ഇത് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവില്ലാതെയായി പോകുന്ന. ഏകദേശം പറഞ്ഞ ലിസ്റ്റിൽ ഒരാളെ വിട്ടു, രഘുനാഥ് പലേരി. അതെ, പുള്ളിയുടെ ദൗർബല്യമാണ്. അത് ഏത് സബ്ജക്റ്റ് പറഞ്ഞാലും നമ്മള് കഥ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളി ചാടിക്കയറി പറയും, മറ്റേ റോള് നമുക്ക് ഒടുവിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം എഴുതുമ്പോൾ എങ്കിലും ഒരു ഫ്ലോ കിട്ടത്തുള്ളൂ, നമ്മളിനി മാറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യമേ അങ്ങ് പറയും. അത്ര ഒരു വീക്ക്നെസ് ആയിരുന്നു രഘുവിനും ഈ ഉണ്ണിയേട്ടൻ എന്ന് പറയുന്നത്. നമുക്കെല്ലാം അതുണ്ട്. സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഥാനായകനിൽ നിന്ന് പുള്ളിയെ ഒന്ന് മാറ്റി ചിന്തിച്ചതാണ്, പക്ഷേ പറ്റുന്നില്ല. അതെ, ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വലിയ വെല്ലുവിളിയാണ് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം റീമേക്കുകളിൽ അഭിനയിക്കുക എന്നുള്ളത്. ഭാഗ്യവശാൽ മലയാളത്തിലേക്ക് തമിഴിൽ നിന്നും റീമേക്ക് വന്നിട്ടുള്ള മുമ്പായിരുന്നു, ഇപ്പോൾ അധികമൊന്നും വരുന്നില്ല. മലയാളത്തിൽ നിന്നും തമിഴിലേക്കും ഹിന്ദിയിലേക്കും ഒക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ സേനൻ സംവിധാനം ചെയ്ത ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം എന്നുള്ളത് ഭാമാ വിജയം എന്ന തമിഴ് ചിത്രത്തിന്റെ റീമേക്കാണ്. അതിൽ TS ബാലയ്യ അവതരിപ്പിച്ച കഥാപാത്രമാണ് ഒടുവിലാശാൻ അഭിനയിച്ചിരിക്കുന്നത്. TS ബാലയ്യ വേറൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആ കഥാപാത്രം അദ്ദേഹം കലയ്ക്ക് തമിഴ്നാട്ടിൽ മുഴുവൻ കയ്യടി വാങ്ങിച്ച കഥാപാത്രമാണ്. പക്ഷേ ഈക്വലി ഗുഡായിട്ട് തന്നെ ഒരു സീനിൽ പോലും അദ്ദേഹത്തെ അനുകരിക്കാതെ വേറൊരു ശൈലിയിൽ ഒടുവിലാശാൻ അവതരിപ്പിച്ചു. മനോഹരമായിട്ട് ചെയ്തു. ആ പക്വത, ആ മാഷിന്റെ ഒരു സർക്കാസം, കുട്ടികൾ ഇങ്ങനെ ഒരു നടിയോടുള്ള ഭ്രമം കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ആഡംബരത്തിലോട്ട് തിരിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു
അച്ഛന്റെ ആ പ്രയാസങ്ങൾ എല്ലാം തന്നെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ച ഇപ്പൊ കഥ. സർക്കാസം എന്ന് പറഞ്ഞൊരവസ്ഥ ഞാൻ പറയണം. ഈ സന്ദേശം എന്ന് പറയുന്ന സിനിമയില് ആ. ഈ അച്ചുവേട്ടൻ എന്ന് പറഞ്ഞ തിലേട്ടൻ ചെയ്യുന്ന വേഷം വീണ് ചെടിച്ചട്ടി തലയിടിച്ച് ആശുപത്രി കൊണ്ടുപോയി സ്റ്റിച്ചിടും. അപ്പൊ ഈ രണ്ട് മക്കളും വരില്ല, ശ്രീനിയേട്ടനും ജയറാമേട്ടനും കാണാൻ വരില്ല. ഇവര് കാണാൻ വരാതിരുന്ന ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു കൊണ്ടിരുന്നത് ഉണ്ണിച്ചേട്ടൻ സാർ ഇങ്ങനെ കൊണ്ടുവരുമ്പോ മാധു ഓടി വന്നിട്ട് അച്ഛന് വേദനിച്ചോ എന്ന് ചോദിക്കുമ്പോ ഒരു സർക്കാസം പറഞ്ഞത്, തലയ്ക്ക് പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, തല മുറിഞ്ഞാൽ നമുക്ക് വേദനിക്കുകയില്ല, കരയായിരുന്നു കുട്ടി ഈ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് എന്നൊക്കെ പറയുന്നതേ ഒരു പ്രത്യേകത. അത് ഒടുവിൽ ആശാന് വഴങ്ങുന്ന തരത്തിൽ തന്നെ ഈ റൈറ്റേഴ്സിനും അറിയാം ആശാനാണെന്ന് ഫിക്സ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഒരു സർക്കാസം ഒക്കെ ചേർത്താൽ നന്നായിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കുന്നുള്ള വിശ്വാസം കൂടെ റൈറ്റേഴ്സിനുണ്ട്. ഈ വാർദ്ധക്യ പുരാണത്തില് ഞാനിതിന്റെ വന്ന ദിവസം തന്നെ കഥ പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നാടക ട്രൂപ്പ് തുടങ്ങുന്നതായിട്ടാണ്, വലിയ പദവിയിലിരുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അതിൻ്റെ ഒരു ഈഗോ അവർക്കുണ്ട്, ഇപ്പോഴും അവർ ആ കസേരയിലിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തിലാണ്. അപ്പോൾ നാടകകൃത്തും സംവിധായകനുമായ ഉണ്ണിയേട്ടന് അതിൻ്റെ അപ്പുറത്തെ ഈഗോയാണ്. ഞാനാണ് ഈ കല മുഴുവൻ നിയന്ത്രിക്കുന്നത്, ഞാനാണ് ഏറ്റവും വലിയ എഴുത്തുകാരൻ, സംവിധായകൻ എന്നുള്ള. ഇത്രയും പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. ഇത്രയും പറഞ്ഞു കൊടുത്തപ്പോൾ പുള്ളിയുടേതായ ഒരു മാനറിസമൊക്കെ ഇങ്ങനെയൊക്കെ കയ്യൊക്കെ എടുക്കും അതിനകത്ത് ഇവരുമായിട്ട് ഉടക്കിയിട്ട് നാടകം മൊത്തം അങ്ങോട്ട് വായിക്കും. ഇവരെ 3 പേരുടെയും മുമ്പ്, ഇവർക്ക് ഈ 3 പേർക്കും നാടകമായിട്ടൊന്നും ഒരു ബന്ധമില്ല. മൊത്തം നാടകം വായിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. മനോഹരമായ സ്ക്രിപ്റ്റ്. പുള്ളി തന്നെ പറയുകയാണ്, പെണ്ണുങ്ങളെ പിടിക്കും. അപ്പോൾ പെണ്ണുങ്ങളെ പിടിക്കുന്ന പറഞ്ഞാൽ അമ്പിളിച്ചാട്ട് എന്നാ അടിയും വായിക്കും. അതായത് ഈ നാടകകൃത്തിൻ്റെ ഈഗോയെ ഇവർ വിട്ടുകൊടുക്കത്തില്ല. ഈ ഈഗോ ക്ലാഷാണ് ആ സിനിമ ശരിക്കും പറഞ്ഞാൽ മുഴുവൻ. അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു തകർത്ത പെർഫോമൻസ് എന്ന് പറയുന്നത്. പിന്നെ പെണ്ണിനെ പോലെ അഭിനയിച്ച് കാണിക്കുക, നായകൻ്റെ വേഷത്തിൽ ഉടനെ തന്നെ നിന്നുകൊണ്ട് നായകനായിട്ട് അഭിനയിച്ച് കാണിക്കുക, ആ ഒരു റേഞ്ച്. ഈ പെണ്ണിനെ പോലെ അഭിനയിച്ച് കാണിക്കുന്നത് ഒരു ശതമാനം. നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന് പറയുന്ന പടത്തില് പൊന്നമ്പിളി പൊട്ടും തൊട്ട് എന്നുള്ള പാട്ടില് ഒരു ചെറിയൊരു മമ്മൂക്കയുടെ കൂട്ടത്തിൽ ഒരു ഹീറോയിനായിട്ട് ഒരു 2 ഷോട്ട് ഉണ്ട്. ഒരു തനി സ്ത്രീണത കേട്ടിട്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പം പലതവണ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് എഴുത്തുകാർ, സംവിധായകർ സിനിമ ആലോചിച്ച് തുടങ്ങുന്നതിനൊപ്പമേ ആലോചിച്ച് തുടങ്ങുന്ന ഒരു അഭിനേതാവാണ് ഉണ്ണികൃഷ്ണൻ. അല്ലാതെ കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്കൊരു വേഷം ആര് ചെയ്യണം അങ്ങനെയൊന്നും അല്ലാതെ സിനിമയുടെ ജനനത്തിനൊപ്പമുള്ള ഒരു കഥാപാത്രമാണ്. അങ്ങനെ ഒരുപാട് സിനിമകളിൽ ഉണ്ണികൃഷ്ണന്റെ മികച്ച വേഷങ്ങൾ സമ്മാനിച്ച ഒരാൾ. ഒരുപക്ഷെ പലതവണ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ നഷ്ടങ്ങൾ എങ്ങനെയാണ് മറ്റാളുകളെ വെച്ച് നികത്തുക എന്നുള്ളത്. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പള്ളിയിലച്ഛൻ ഉൾപ്പെടെ ഒരുപാട് നാടകത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാണ്. ഭ്രാന്തനായ ഒരു പള്ളിയിലച്ഛന്റെ കഥാപാത്രം ഉൾപ്പെടെ ഒരുപാട് മനോഹരമായ കഥാപാത്രങ്ങൾ ഉണ്ണികൃഷ്ണൻ ചേട്ടന് സമ്മാനിച്ച സത്യൻ അന്തിക്കാട് സാർ ഇപ്പോൾ അദ്ദേഹത്തെ ഓർക്കുന്നു. ഒടുവിൽ ഉണ്ണികൃഷ്ണനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞാൽ തീരില്ല, അത്രയധികം ഓർമ്മകളുണ്ട് എനിക്ക്. എൻ്റെ ജീവിതവുമായിട്ടും എൻ്റെ സിനിമാ ജീവിതവുമായിട്ടും ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. ഒരു നടൻ മാത്രമായിട്ടല്ല, ഒരു സഹോദരനായിട്ടാണ് ഞാൻ കാണാറുള്ളത്. ഈ സെറ്റിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറുക എന്ന് പറയുന്നത് അപൂർവമായിട്ടുള്ള ആളുകൾക്ക് മാത്രം കിട്ടുന്ന അസുലഭമായ ഒരു കഴിവാണ്. അത് ഉണ്ണിയേട്ടനാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം മിസ് ചെയ്യുന്നത് സിനിമകൾ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് നാട്ടുപുറത്തെ സിനിമകൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഉണ്ണിയേട്ടനാണ്. കാര്യം ഇത്രയും സ്വാഭാവികമായ രീതിയിൽ ഒരു വിഷയം അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു കഥാപാത്രമായിട്ട് നമ്മൾ മുന്നിൽ വന്ന് സംസാരിക്കുക എന്നുള്ളത് വളരെ അപൂർവമായിട്ടുള്ള ആളുകൾക്കാണ് അത്തരം ഒരു സിദ്ധി കിട്ടിയിട്ടുള്ളത്. ഉണ്ണിയേട്ടൻ എൻ്റെ സിനിമയുടെ വിജയത്തിന്റെ വലിയൊരു ഭാഗമാണ്. ഇപ്പോൾ സന്ദേശമായാലും പൊന്മുട്ടെന്ന താറാവായാലും ഓരോ സിനിമകളും, മഴവിൽ കാവടിയായാലും എത്ര സിനിമകൾ, എത്ര വൈവിധ്യമാർന്ന വേഷങ്ങളാണ് ചെയ്യുന്നത്. അതിനപ്പുറത്ത് ഉണ്ണിയേട്ടൻ എന്ന വ്യക്തിയുടെ ഒരു നന്മ, നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുള്ള വ്യക്തിയാണ്. ആർത്തിയില്ല, അത്യാവശ്യത്തിന് കൂടുതൽ പണം സമ്പാദിക്കണമെന്നോ പേര് സമ്പാദിക്കണമെന്നോ ഒരു മോഹമില്ലാത്ത ഒരു കറകളഞ്ഞ വ്യക്തിയാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. അതെ, ഈ മനുഷ്യത്വത്തിന്റെ കാര്യം പറയുമ്പോൾ ഒടുവിൽ ആശാൻ മലയാള സിനിമയിലെ ഒരു ലീഡിംഗ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് മാന് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന്റെ സമയത്ത് അദ്ദേഹം വലിയൊരു തുക കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ പ്രീവിയസ് ആയിട്ടുള്ള പടങ്ങൾ ലോസ് ആവുമ്പോൾ, നിർമ്മാതാക്കൾക്ക് നഷ്ടം വരുമ്പോൾ, അടുത്ത പടത്തിൽ തീർച്ചയായിട്ടും റെമ്യൂണറേഷൻ കുറച്ച് കൊടുക്കാറുണ്ടായിരുന്നു. നസീർ സാറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിനുശേഷം ഒടുവിൽ ആശാൻ അങ്ങനെ ഒരു ഗ്രീഡി അല്ലായിരുന്നു. ഒരു കാലത്തും പൈസയുടെ പേരിൽ ഒരു പടം അദ്ദേഹം റെഫ്യൂസ്. അത് മാത്രമല്ല, ഒരു പ്രൊഡ്യൂസറുമായിട്ടും പണത്തിന്റെ പേരിൽ വഴക്കുണ്ടാക്കിയിട്ടില്ല ഇന്ന് വരെ. ഉണ്ടാക്കിയിട്ടില്ല. അത് അത്ഭുതകരമാണ്. എനിക്ക് അനുഭവമുണ്ട്, എന്റെ ആദ്യത്തെ സിനിമയിലുണ്ട്. അപ്പം ഈ ആത്മബന്ധമുള്ളതുകൊണ്ട് ആദ്യ സിനിമ മുതൽ ഇങ്ങനെ
വിളിക്കുന്നു. ആ സിനിമയിൽ ആകെ മേടിച്ചത് 10,000 രൂപയാണ്. എന്റെ ശ്രീകുട്ടിക്ക് അങ്ങനെ ആ എൻ്റെ ശ്രീകുട്ടിക്കുന്നായിരുന്നു. അതിൽ ഡബ്ബിങ്ങിന് വന്നപ്പോൾ അറിയാം പുള്ളിക്ക് പൈസ ഇല്ലെന്ന്. ഡബ്ബിങ് കഴിഞ്ഞപ്പം ഓട്ടടോ, ഞാൻ പറഞ്ഞു അല്ല പൈസയുടെ കാര്യം എനിക്കറിയാം, ഉണ്ടാവില്ല എന്നറിയാം. നമുക്ക് പിന്നെ എന്തൊരു അതാ മനുഷ്യത്വത്തിന്റെ അത് ശരി. സ്നേഹത്തിന്റെ ആൾ രൂപം എന്ന് പറയുന്നതായിരുന്നു. പിന്നെ ഈ ഗ്രാമീണ കഥാപാത്രങ്ങൾ, നാടൻ കഥാപാത്രങ്ങൾ എന്ന് പറയുമല്ലോ, എനിക്ക് ഒരു അനുഭവം ഉള്ളത്, എനിക്ക് ഏറ്റവും നല്ല വേഷങ്ങളിലൊന്ന് ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല വേഷങ്ങളിലൊന്നാണ് ഞാൻ കോടീശ്വരൻ. ജോസ് തോമസ് ആണ് സംവിധാനം ചെയ്തത്. അതിൽ ഞാൻ കോടീശ്വരനിലെ ആ നായക കഥാപാത്രത്തിൻ്റെ ബന്ധുക്കളായിട്ട് അമ്മയായിട്ട് കവിയൂർ പൊന്നമ്മ ചേച്ചി, മുത്തശ്ശിയായിട്ട് ആറന്മുള പൊന്നമ്മ ചേച്ചി, അമ്മാവനാണ് ഒടുവിലാശൻ, ഇന്നസെന്റ് ഏട്ടൻ, അങ്ങനെ ഒരു വലിയ ഒരു എല്ലാം ഓരോ ഫ്രെയിമിലും ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ച രാജൻ പി ചേട്ടനുണ്ട്. അപ്പോൾ അതിലെ ഒടുവിലാശൻ ആ ഒരു തനി നാടൻ കഥാപാത്രം എത്ര ഗംഭീരമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഞാൻ നായകനായിട്ടുള്ള പണ്ടൊരു രാജകുമാരി എന്ന വിജി തമ്പി ചിത്രത്തില് മാനേജറാണ്, ഊട്ടിയിലെ ഒരു സ്റ്റാർ ഹോട്ടലിന്റെ മാനേജറാണ്. അതിൽ ടൈയൊക്കെ കെട്ടി പാൻറ്റും ഷർട്ട് ഇൻസെർട്ട് ചെയ്ത് വരുമ്പോൾ ഒരു പക്ക മാനേജറായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നാടൻ കഥാപാത്രങ്ങൾ മാത്രമല്ല, ഇപ്പൊ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമാണ്. അതേ അവസരത്തിൽ തന്നെ വളരെ ചീപ്പായിട്ടുള്ള പണക്കാരനായിട്ട് അഭിനയിക്കാനും അറിയാം, നല്ല പണക്കാരനായിട്ട് അഭിനയിക്കാനും അറിയാം. ഉദയവര സുൽത്താനല്ലേ മ്യൂസിക് കോളേജിന്റെ പ്രിൻസിപ്പാള്. അതെ, 3-4 സീനേ ഉള്ളൂ. അതിൽ ഈ അദ്ദേഹത്തിന്റെ ശബ്ദം ഈ മിമിക്രിക്കാർക്ക് അനുകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതെ. ഞാൻ അതിന്റെ ഡബ്ബിംഗ് മദ്രാസിലാണ് നടക്കുന്നത്. അന്ന് പുള്ളിക്ക് വരാൻ പറ്റിയില്ല, അസുഖമാണ്. ഒരു ഡബ്ബിങ് 17 ദിവസം കൊണ്ടാണ് ആ ശബ്ദം ഏകദേശമെങ്കിലും അനുകരിക്കാൻ പറ്റിയ ഒരാളെ കണ്ടെത്തിയത്. അതൊരു പാലക്കാടുകാരൻ തന്നെ കിട്ടി. അങ്ങനെ ഇപ്പോഴും പടം കണ്ടാൽ അറിയാം അങ്ങേരല്ല ഡബ് ചെയ്തിരിക്കുന്നത്. ഈ മേലെപ്പറമ്പിലാൻ വീട്ടിൽ ഈ ഇരുമ്പ് പൈപ്പിന്റെ കീഴിൽ നിന്നുള്ള കുളിയുണ്ടല്ലോ, തോർത്തുമുണ്ടെടുത്ത് നിന്നിട്ട് നമ്മള് കുളിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ നിത്യേന ചെയ്യുന്നതാണേലും ഇത് ക്യാമറയ്ക്ക് മുന്നിൽ സ്വാഭാവികമായിട്ട് അങ്ങ് സിൻസിയറായിട്ട് ഒരു കുളിയാ, ഒരു കുളി. അത് സന്ദേശത്തിൽ അതുപോലെ തന്നെ നടന്നു വന്നിട്ട് കുളത്തിൽ ചാടിയിട്ട് ഒരു സീൻ തീരുന്നുണ്ട്. ഇവര് രണ്ടുപേരും കൂടെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഒരു വലിയ വൈഡ് ഷോട്ടിൽ നടന്ന് എൻ്റെ ഒരു കുളത്തിലേക്ക് ചാടിയിട്ടാണ് ആ സീൻ തീരുന്നത്. കുളത്തിച്ചാട്ടം പിൻഗാമിയിലുണ്ട്, കുളത്തിച്ചാടുക, പൈപ്പും ചോട്ടി കുളിക്കുക എന്നൊക്കെ പറയും. ഇപ്പൊ നാടൻ കാര്യങ്ങൾ എന്ന് പറയുന്നതിനകത്ത് ഇതെല്ലാം വിടുമല്ലോ. ഇതിനൊപ്പം ഗോളാന്തര വാർത്ത പോലെയുള്ള പടത്തിലെ വാറ്റുകാരൻ, സൈക്കിളിന്റെ ട്യൂബിൽ ചാരായം നിറച്ചിട്ട് അവിടെ ഇവിടെ കൊണ്ട് വിൽക്കുന്ന ആ ഗ്രാമത്തെ നശിപ്പിക്കുന്ന വലിയൊരു വാറ്റുകാരനാണ് ഈ ഒടുവിലിന്റെ കഥാപാത്രം. അതെ, ഇതേപോലെ ഓരോ കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബേസിക് രൂപം ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചാൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നു. അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ടുള്ള അദ്ദേഹത്തിന്റെ രൂപം മനസ്സിൽ വരുമ്പോൾ ഒരു നിസ്സംഗതയുടെ ഭാവമാണ്, നിർവികാരതയുടെ ഭാവമാണ്. പ്രത്യേകിച്ച് ഒരു റിയാക്ഷനും ഇല്ല, പകുതി കണ്ടടഞ്ഞ് ഇങ്ങനെ ഇരിക്കും. പക്ഷെ ക്യാരക്ടറായിട്ട് മാറുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം നിർവികാരതയുടെ അല്ലെങ്കിൽ നിസ്സംഗതയുടെ ഒരു മുഖത്തിൽ ആണ് വേറെ ക്യാരക്ടറിന്റെ എക്സ്പ്രഷൻസ് മിന്നി പറയുന്നത്. അല്ലാത്തപ്പോൾ ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ, വേറെ ഒന്നുമില്ല, എപ്പോൾ ഒന്നും പകുതി കണ്ണടച്ചായിരിക്കും, ഷോപ്പ് ഒന്നും, ഇതൊക്കെ ആയിരിക്കും. വലിയൊരു റിയാക്ഷനോ കാര്യങ്ങളോ ഒരു സന്തോഷമുണ്ടെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കാത്ത തരത്തിലുള്ള. പക്ഷെ ക്യാരക്ടർ ആവുമ്പോൾ അതിലേക്ക് സന്നിവേശിച്ച് നടത്തുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള പ്രക്രിയ.